ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലനൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ? വാ. അപ്പോൾ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റവ എടുക്കുക. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് റവയായാലും കുഴപ്പമില്ല. ഞാനിവിടെ വറുത്ത റവ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം അളന്നൊഴിച്ച് നമുക്ക് ഈ റവ ഒന്ന് മിക്സാക്കി ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. വെറും 5 മിനിറ്റ് മതിയാവും കേട്ടോ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന, രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. റവ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു തക്കാളി ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി. ഇനി വേണ്ടത് ഒരു 3-4 ചുമന്നുള്ളി 4-5 എടുത്തിട്ടുണ്ട്. ഒരു 4 മുളക് ഞാനിതുപോലെ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കമുളക്, വറ്റൽമുളക്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഒരു ഹൈപ്പും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പാൻ നല്ലപോലെ ഒന്ന് ചൂടായതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. തളിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് നൈസായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. വളരെ എളുപ്പമായിട്ടോ. ഇതുപോലെ നമുക്ക് എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്തി കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ സമയം നമുക്ക് നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഓയിൽ ഇഷ്ടമുള്ളവർക്ക് ഓയിൽ ഇതുപോലെ ഒന്ന് കുറച്ച് തൂക്കി കൊടുക്കുക. അത് ശരി, നല്ലതുപോലെ ഒരു വശം മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അടിവശവും നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമ്മുടെ നല്ല മുരുമുരാന്നുള്ള നല്ല റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇതിനി എന്ത് വേണമെന്ന് വെച്ചാൽ കഴിക്കാൻ നിങ്ങൾക്ക്, ഞാനിവിടെ തേങ്ങാ ചട്നി എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ നമുക്ക് കാണിക്കാം. അപ്പോൾ പാനിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ലപോലെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കാൻ. ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ വേണമെന്നുള്ളവർക്ക് ഓയിൽ, നെയ്യിൽ എടുക്കണം എന്നുള്ളവർക്ക് നെയ്യ് എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക. അപ്പോൾ ഇനി ഇത് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനിതെല്ലാ സ്ഥലത്തും ഒന്ന് ആവാൻ വേണ്ടി ഒന്ന് തൂത്ത് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ചും മറിച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ദോശ ഇവിടെ റെഡിയായിട്ട്, റവ ദോശ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കാം. മറക്കാതെ ഒരു ഹൈപ്പും ഒരു ലൈക്കും തരണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈസി റെസിപ്പി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.